പ്രേക്ഷകരെ, ഇന്ന് ഒരു പുതിയ മാസത്തിന്റെ തുടക്കമാണല്ലോ. ജൂലൈ മാസം 1 എപ്പോഴത്തേതും പോലെ ഒരു മാസം തുടങ്ങുന്നു, അങ്ങനെയല്ല കേട്ടോ. ഈ മാസം തുടക്കത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സാമ്പത്തിക മാറ്റങ്ങൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ആദായ നികുതി സമർപ്പിക്കേണ്ട അവസാന തീയതി, അതേപോലെ സൗജന്യ ആധാർ അപ്ഡേറ്റ്, പാസ്പോർട്ട് ഫീസിലെ വർധന, ക്രെഡിറ്റ് കാർഡ് നിയമനങ്ങളിലെ മാറ്റങ്ങൾ, റിസർവ് ബാങ്കിന്റെ പുതിയ ചട്ടങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനൊപ്പമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി കേന്ദ്രം കൊണ്ടുവന്ന VBG റാംജി പദ്ധതിയും ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ശരത്ലാൽ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്ന വിവരങ്ങളുമായിട്ട്. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറേ മാറ്റങ്ങൾ തുടങ്ങുന്ന ഒരു പുതിയ മാസത്തിന്റെ ആദ്യ ദിവസമാണ്. ജൂലൈ മാസം 1. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ മാറ്റങ്ങൾക്കൊക്കെയും പുറമെ ഇപ്പം ഈ റെയിൽവേ ട്രെയിൻ തുകയിലെ പിഴ, അതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ധനകാര്യ സേവനങ്ങളിൽ ഒക്കെയും സെൻസസ് നടപടികൾ തുടങ്ങി കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ്. അതും എല്ലാം പൊതുജനങ്ങളുമായി ഡയറക്റ്റ് ബാധിക്കുന്ന മാറ്റങ്ങളും. അപ്പോൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇന്ന് വരുന്ന പുതിയ മാറ്റങ്ങൾ, ശരത്ത്? ഗുഡ് മോർണിംഗ് സേലക്ഷ്മി. കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് ഇന്ത്യയിൽ സാമ്പത്തിക രംഗത്ത് വൻ മാറ്റങ്ങൾ വരുന്നു. അതിൽ 5 തലങ്ങളിൽ വലിയ മാറ്റങ്ങൾ തന്നെ എന്ന് പറയാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടത് പാസ്പോർട്ട് ആപ്ലിക്കേഷനിലാണ്. അത് 1500 രൂപ എന്നിരുന്ന് 2500 രൂപയായിട്ട് സാധാരണ പാസ്പോർട്ട് ആപ്ലിക്കേഷനിന് വേണ്ടിയുള്ള അപേക്ഷാ ഫോമത്തിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതേപോലെ മറ്റൊരു പ്രധാന ഘടകം, തൽക്കാലാണെങ്കിൽ അത് 5000 അതുപോലെ കൂടുതൽ പേജ് ഉണ്ടെങ്കിൽ, അത് നിലവിൽ 36 പേജാണ് ഒരു പാസ്പോർട്ടിൻ്റെ, സാധാരണ നോർമൽ പാസ്പോർട്ടിൻ്റെ. അതിൽ കൂടുതലേക്ക് വേണമെങ്കിൽ ഓരോ പേജിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് 4000 ആവും, 5000 ആവും, 6000 ആവും. ഇത്തരം കൂടുതൽ പേജുകളുള്ള പാസ്പോർട്ടിനുമാണെങ്കിൽ കൂടുതൽ യാത്ര ചെയ്യുന്നവർക്ക് കൂടുതൽ പേജ് വേണം, അവർക്ക് കൂടുതൽ പണം നൽകേണ്ടി വരും. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ആധാറിൻ്റെ സേവനങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ തുക നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ആധാർ എൻറോൾമെൻറ്റ് പൂർണ്ണമായി ഫ്രീ ആണെങ്കിലും സൗജന്യമാണെങ്കിലും ആധാർ സേവനങ്ങൾ മാറ്റുന്നതിന് പ്രധാനമായിട്ട് ആധാറിലെ ബയോമെട്രിക് മാറ്റുന്നതിന് 75 രൂപ കൂടുതൽ, 75 രൂപയായി ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ കൂടുതൽ വിവരങ്ങൾ മാറ്റുന്നതിന് അതും 75 രൂപയായി മാറ്റിയിട്ടുണ്ട്. കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ബയോമെട്രിക്കിന് 125 രൂപയാണ് ആധാർ സേവനമായി നമ്മൾ നൽകേണ്ടത്. അതേപോലെ ഈ രീതിയിലുള്ള ഒരു വർധനവ് ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന വർധനവുണ്ട്. അതേപോലെ IT റിട്ടേൺ, ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ ശമ്പളമുള്ളവരുടെ IT റിട്ടേൺ അവസാന ജൂലൈ 31 മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 5 ലക്ഷത്തിൽ മേലെയാണെങ്കിൽ 5000 രൂപ പിഴ നൽകേണ്ടി വരും. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിലെ റൂളിലും വളരെ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. SBIയുടെ ക്രെഡിറ്റ് കാർഡിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. തുക അല്ലെങ്കിൽ പോയിന്റുകൾ, ഈ വിഷയത്തിലൊക്കെ നിരവധി മാറ്റങ്ങളുണ്ട്. അതുപോലെ ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ പിഴയുടെ കാര്യത്തിൽ മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ ജനങ്ങളെ വിവിധ ജനങ്ങളെ വിവിധ വശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു വിഷയങ്ങളുമായിട്ടാണ് ഇന്നു മുതൽ ഈ വിവിധ സാമ്പത്തിക സേവനങ്ങളിലെ മാറ്റങ്ങൾ നമ്മെ ബാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് VBG റാം പദ്ധതി നടപ്പിലാക്കിയാണ്. ഇതിലെ പ്രത്യേകത, തൊഴിൽ ദിനം 100-ൽ നിന്ന് 125 ആയിട്ടെങ്കിലും സംസ്ഥാനങ്ങൾ കൂടി പങ്കാളിയാവുന്ന സാമ്പത്തികമായി നേരത്തെ 100% കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായിരുന്നു. ഇപ്പോൾ 60% മാത്രമാണ് കേന്ദ്രമുള്ളൂ. 40% സംസ്ഥാനം നൽകണം. അത് സാധാ ജനങ്ങളെ അല്ലെങ്കിൽ ഗ്രാമീണ ജനങ്ങളെ, ഈ സംസ്ഥാനങ്ങൾക്ക് പണമില്ലെങ്കിൽ ഈ പദ്ധതി തന്നെ അവതാളത്തിലാവും എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില ഇപ്പോൾ തന്നെ കേരളമടക്കമുള്ള സാമ്പത്തിക നില വളരെ പരിതാപകരവുമാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കൂട്ടിയിട്ടും കാര്യമില്ല, പദ്ധതി തന്നെ അവതാളത്തിലാവുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സേതുലക്ഷ്മി. ഓക്കെ ശരത്ത്.